ജോയിയൊക്കെ ഇപ്പം കുറച്ച് മലയാളികൾ ഓർത്തിരിക്കും. കാരണം ഈ ഒരു പെയിൻ മനസ്സിലായിട്ടില്ല. അല്ലാത്ത ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ഇവിടുത്തെ സമ്പന്നരോ ഒന്നും ജോയി ഓർക്കേണ്ട കാര്യമില്ല. ഇതിൽ നേരത്തെ യുവരാജ് പറഞ്ഞ ഒരു കാര്യം പറയാനുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ ടോയ്ലറ്റ് ആണ് ഇന്ത്യൻ റെയിൽവേ ആണ്. അവരിപ്പോഴും ടോയ്ലറ്റ് വേസ്റ്റ് ഇപ്പോഴും പരസ്യമായിട്ട് അന്നും ഇന്നും ഒരേ സിസ്റ്റം, ട്രാക്കിലിടുന്ന ആ സിസ്റ്റം തന്നെയാണല്ലോ അവർക്കുള്ളത്. അത് ക്ലീൻ ചെയ്യാൻ ഒരു മറ്റു സംവിധാനങ്ങൾ ഇന്നേ വരെ റെയിൽവേക്ക് ഉണ്ടായിട്ടില്ല. ട്രെയിൻ കാണിച്ചു തരാം. നമ്മൾ ഈ ജോയിയെ തപ്പിയ ടണലിനകത്തൊരു പൈപ്പ് നമ്മൾ കണ്ടു. ആ പൈപ്പ് കക്കൂസിന്റെ പൈപ്പാണോ? യുവരാജ് ഗോകുൽ, ഈ കരാറുകാരനെതിരെ ഇങ്ങനെ നിരുത്തരവാദപരമായ കരാർ നൽകിയ റെയിൽവേ ഉദ്യോഗസ്ഥനുണ്ടാവില്ലേ, ആ ഉദ്യോഗസ്ഥനെതിരെ, മേൽനോട്ടം നൽകുന്ന ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്ന് കേരള BJP കൂടെ ആവശ്യപ്പെടേണ്ട കേന്ദ്രത്തിലേക്ക് യുവരാജ് ഗോകുൽ? അല്ല, അതെന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ വരും ദിവസങ്ങളിൽ തന്നെ ചെയ്യുന്നുണ്ടാവും. അതിനകത്തായിട്ട് സംശയമൊന്നും വിചാരിക്കേണ്ട. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശ്രീ ജ്യോതികുമാർ ചാമക്കാലയുടെ പറഞ്ഞു എന്താണ്, ഞാൻ റെയിൽവേയുടെ PR ഏറ്റെടുത്തിരിക്കുന്ന പോലെ. എനിക്ക് റെയിൽവേയുടെ PR ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അങ്ങ് സമയത്ത് എത്തിയിട്ടില്ലായിരുന്നു. ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീ ഹാഷ്മി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു ജീവനക്കാരനെ അല്ലെങ്കിൽ ഒരു ജോയിയെ പോലെ ഒരാളെ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ആ ഒരു അവസ്ഥയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കരാർ കൊടുത്ത ആൾക്കാരുടെ ഭാഗത്ത്, എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു വീഴ്ചയാണ്. അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഇത് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീ ധന്യാരാമൻ എന്തടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ ടോയ്ലറ്റാണ് ഇന്ത്യൻ റെയിൽ എന്നുള്ള ആയിരുന്നു പണ്ട്. ഇപ്പൊ അല്ല. ഇപ്പോ കേരളത്തിൽ, നമ്മൾ ഇന്ത്യയിൽ മൊത്തം വിടും, കേരളത്തിൽ ഓടുന്ന ഏത് ട്രെയിനിൽ നിന്നാണ് പണ്ടത്തേതുപോലെ ടോയ്ലറ്റ് വേസ്റ്റ് ഓപ്പൺ ആയിട്ട് പാളങ്ങളിലേക്ക് തുറന്നു വിടുന്നതെന്ന് ഒരു ട്രെയിനിന്റെ പേര് എനിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞത് ഞാൻ സമ്മതിക്കാം. പിന്നെ ഹാഷ്മി പറഞ്ഞതുപോലെ ജൂൺ 6, 2024 കോടതി വിധിയിൽ ട്രെയിനിനകത്ത് നിന്ന് വരുന്ന ഈ പറയുന്ന ടോയ്ലറ്റ് വേസ്റ്റോ ഹ്യൂമൻ വേസ്റ്റോ അല്ലാത്ത അത്തരം വേസ്റ്റുകളെ കുറിച്ചിട്ടല്ല പറയുന്നത്. നമ്മളിപ്പോൾ ആൾക്കാർ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ നിന്ന് കുടിച്ചിട്ടും ഭക്ഷണം കഴിച്ചിട്ടും ഈ വസ്തുക്കൾ വലിച്ച് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും തമ്മിൽ താരതമ്യം ചെയ്യരുതെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഇത് മറ്റൊരു വിഷയമാണ്. ആ വിഷയത്തിനെ അങ്ങനെ തന്നെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണം. 2, 10 പ്ലാസ്റ്റിക് കുപ്പിയുണ്ട്, ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ എന്ന പദവി കൊടുക്കോ ഹൈക്കോടതി റെയിൽവേക്ക്? ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ ആവുകയല്ലേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ ആൾക്കാരാണ് ഈ പറയുന്ന വാതിലിന്റെ അവിടെ നിന്നിട്ട് ഈ പറയുന്ന കുടിക്കുന്ന വെള്ളത്തിന്റെ കുപ്പി ആയിരുന്നാലും ശരി, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെതായിരുന്നാലും ശരി, അകത്ത് സംവിധാനങ്ങൾ വെച്ചിരുന്നാൽ പോലും അതിന്റെ അകത്ത് കൊണ്ടിടാൻ തയ്യാറാകുന്നില്ല എന്ന് ആൾക്കാർ നമ്മൾ തന്നെ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ. സ്വാഭാവികമായിട്ട് വലിച്ചെറിയുമ്പോൾ അതിനെയാണ് ആ കോടതി വിധി ഹാഷ്മി എടുത്തൊന്ന് വായിച്ചു നോക്കുന്നേ. ആ കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് അതിനെയാണ് പറഞ്ഞിരിക്കുന്നത്. 2 വശത്തേക്ക് മാലിന്യങ്ങൾ അകത്ത് നിന്ന് ആൾക്കാർ വലിച്ചെറിയുന്നു. ഇതിനെയാണ് ബൾക്ക് ജനറേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് റെയിൽവേ സ്വന്തമായിട്ട് വേറൊരു തരത്തിൽ ഈ പറയുന്ന വേസ്റ്റ് ക്രിയേറ്റ് നല്ല പറഞ്ഞിരിക്കുന്നത്. അത് ആ കോടതി വിധിയുണ്ട്. ഹാഷ്മി അത് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ അങ്ങേക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയം കൂടിയുണ്ട്. 5-ാം തീയതി ജനുവരി മാസം 2022 ജനുവരിയിൽ 5-ാം തീയതി ആന്റണി രാജുവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആമയഞ്ചാം തോടിന്റെ 2ാം ഘട്ട നവീകരണ പ്രദേശങ്ങൾ ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രിയോടൊപ്പം സന്ദർശിച്ചു. വഞ്ചിയൂർ മുതൽ പാറ്റൂർ വരെയുള്ള 700 മീറ്റർ 24 കോടി രൂപ ചെലവഴിച്ച് നവീകരിക്കുന്ന പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തിയെന്ന് 2022 നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ 2.5 വർഷം പിന്നിട്ട് കഴിഞ്ഞു. എന്തായി പുരോഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ 2 ദിവസമായിട്ട് താങ്കൾ പറഞ്ഞ വിഷയത്തിലടക്കം ചർച്ചകൾ നടക്കട്ടെ, ചർച്ചകൾ പൂർണ്ണമായി നടക്കട്ടെ. പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നുകൂടാ, നമ്മുടെ കൺമുന്നിൽ ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ ഒരു പരമസാധു മനുഷ്യൻ, ഒരു അത്താഴപ്പട്ടിണിക്കാരൻ ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ അഴുക്കിൽ പൂണ്ട് മരിച്ചുപോയി നമ്മുടെ കേരളത്തിലാണ്. അത് നമ്മൾ മറന്നുകൂടാ.